ലോക ചരിത്രത്തിലെ ഒരു വിസ്മയം തന്നെയായിരിക്കും ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഭാരതത്തിൽ സംഭവിക്കുക. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികച്ചു കളയും എന്ന് പറയുന്ന BJPക്ക് ചുട്ട മറുപടി കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ല. ഇന്ത്യ മുന്നണി വാശിയിൽ തന്നെയാണ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു രീതിയിലുള്ള കല്ലുകടിയും ഇന്ത്യ മുന്നണിക്കകത്തില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യം ചേരാൻ ഇന്ത്യ മുന്നണി പരമാവധി ശ്രമിച്ചു. അതിൽ ബംഗാളിൽ മമതാ ബാനർജി മാത്രമാണ് മുഖം തിരിഞ്ഞു നിന്നത്. മറ്റുള്ള പലരും അവിടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ബീഹാറിലെ നിതീഷ് കുമാർ കൃത്യമായി തന്നെ പറഞ്ഞു, ഞാൻ ഇതാ NDA പാളയത്തിലേക്ക് പോകുന്നു എന്ന്. അദ്ദേഹം അവിടെ പോയി BJPയുമായി ചേർന്ന് വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. ഇനി സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണുക എന്നാണ് RJD അധ്യക്ഷനായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ജൂൺ 4-ന് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, മതേതരത്വ വിശ്വാസങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണൽ കഴിയുമ്പോൾ സംഭവിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇവിടെ BJPയുടെ ഭരണ തുടർച്ചയല്ല, മറിച്ച് BJPക്ക് എതിരെയുള്ള ഭരണവികാരമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഉത്തർപ്രദേശിലും ബംഗാളിലും ബീഹാറിലുമൊക്കെയായി 7 ഘട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് കാരണമാകുന്ന പല ഘടകങ്ങളുമുണ്ട്. 7 ഘട്ടങ്ങളിലായി തന്നെയാണ് ലോക്സഭയിലേക്കുള്ള 543 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു. വളരെ വൈകാതെ തന്നെ ഈ കൊല്ലം 2 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അതിൽ ഏറെ പ്രാധാന്യം മഹാരാഷ്ട്രയിലെ 288 സീറ്റുകളാണ്. രാഷ്ട്രീയപരമായ ഒരു സന്ധിയില്ലാ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. ഇവിടെ ഏറെ പ്രസക്തമാകുന്നത് ഈ വോട്ടെണ്ണൽ ദിനം ഉള്ള പ്രസക്തി തന്നെയാണ്. അതായത് ജൂൺ 4-ാം തീയതി രാഷ്ട്രീയ സമസ്യകൾക്കുള്ള ഉത്തരം കിട്ടുകയാണ്. എല്ലാ കണ്ണുകളും ഭാരതത്തിൽ തന്നെയാണ്. ഭാരതത്തിൻ്റെ അഖണ്ഡതയും വിശ്വാസത്തെയും ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയും കാത്തു സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം 97 കോടി വോട്ടർമാരിൽ നിക്ഷിപ്തമാകുന്ന ഒരു അപൂർവ മാമാങ്കത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത്.